الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تلك بيمينك يا موسى قال هي عصاي أتوكل عليها وأحش بها على غنمي ولي فيها مآرب أخرى صدق الله مولانا العظيم. عن عثمان بن عفان رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال خيركم من تعلم القرآن وعلمه قال نبينا وحبيبنا رسول الله صلى الله عليه يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിൻ്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ചുറപ്പവന്റെ കരുണ കൊണ്ട്, അവന്റെ ഉദാരി കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ വെള്ളിയാഴ്ച ദിവസം നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസം നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും കാരുണ്യവാനായ പടച്ചുറപ്പ് സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ അടുത്ത വെള്ളിയാഴ്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഹൃദയത്തിൽ അല്ലാഹു നിറച്ചു തരുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കടക്കുന്നില്ല. ഹദ്ദാദ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾ പറയണം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു യഥാർത്ഥത്തിൽ ഉത്തമനാരാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ്, സത്യവിശ്വാസികളിൽ ഏറ്റവും മഹത്വമുള്ള മനുഷ്യൻ ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിലെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തി കൊടുത്തു. ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില നന്മകൾ പറയുമ്പോൾ, ചില നന്മകൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അവരാണ് എന്ന്. ലോകത്ത് കടന്നു വന്ന ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തുനബി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നാവ് കൊണ്ട് പ്രവാചകൻ അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമൻ ഇന്ന മനുഷ്യനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്നലെ നാം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 10 വിഭാഗത്തെ എണ്ണി പറയുകയാ. 10 വിഭാഗം ആൾക്കാരെ എണ്ണി പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ഇവനാണ് വിജയിച്ചവനല്ലാതെ സമ്പത്തോ അധികാരമോ കൊട്ടാരങ്ങളോ ആൾബലമോ ഇതൊന്നുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, സ്വഹാബാ, ജനങ്ങളിൽ ഉത്തമന്മാരാരെന്നറിയുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് ലോകത്തിന്റെ നേതാവ് മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതാ 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ഓതിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക്. അവിടുന്ന് തുടങ്ങുന്ന 114 അധ്യായങ്ങളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനുണ്ടല്ലോ, അവനാണ് ജനങ്ങളിൽ ഒന്നാമത്തെ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവനാണ് ജനങ്ങളിൽ ഒന്നാമത്തെ ഉത്തമനവനാണ്. രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിന്ന ഖുൽഖാ. ഏതൊരു ഭർത്താവാണോ തന്റെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്നത്,
ഏതൊരു ഭർത്താവാണോ തന്റെ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് അവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വിജയിച്ചവനാണ്, ഏറ്റവും ഉത്തമനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ പറയുകയായിരുന്നില്ല. പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുകും ഖൈറുകും ലിഅഹ്ലി വഅന ഖൈറുകും ലിഅഹ്ലി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറിയ പ്രവാചകനാ, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന പ്രവാചകനാണ്. അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നബിയുടെ വഫാത്ത് കഴിഞ്ഞപ്പോ ചോദിച്ചവരോട് മുത്തുനബിയുടെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങനെയായിരുന്നു ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടുന്ന് പറയുകയാണ്, അതാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു. ഖുർആൻ എന്താണോ പറയുന്നത് അതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിച്ചിരുന്നത്. കൊട്ടാരമില്ല, അല്ലാഹുവേ പണമില്ല, ധരിക്കാൻ നല്ല വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണിയും പരിപട്ടവുമായി ഏറ്റവും വിശപ്പ് സഹിച്ച് വയറ്റിലെ കല്ല് വെച്ച് കെട്ടി നടന്ന പ്രവാചകന്, ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അവിടുന്ന് മുത്തുനബി മരണപ്പെട്ട് കഴിഞ്ഞപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുവേ ഒരു പെണ്ണിനും കിട്ടാത്ത 10 ഭാഗ്യം അല്ലാഹു എനിക്ക് തന്നല്ലോ. ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത 10 അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയും, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത 10 ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ആയിഷ ബീവിയെ ഇത് പറയുന്നത്. കടക്കാൻ നല്ല വീടുണ്ടോ? മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്ക്, എത്രയോ ചരിത്രങ്ങൾ അറിയാം. പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ ശരീരത്തിൻ്റെ പുറംഭാഗം മുഴുവനും ഈന്തപ്പന ഓലയുടെ അടയാളങ്ങൾ കണ്ടുവത്രേ. നല്ലൊരു പാപോലുമില്ലായിരുന്നു എന്ന്. എന്തിന്? തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു വിട്ടപ്പോൾ ഇടാൻ നല്ലൊരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ധരിച്ചിരുന്ന വസ്ത്രം കണ്ടിട്ട് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. പടച്ചവനെ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ മകള് നിക്കാഹിൻ്റെ ഇട്ടിരുന്ന വസ്ത്രം കണ്ടിട്ട് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ രണ്ടാമത്തെ മനുഷ്യനാ. ആരാണ്? തൻ്റെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗമാരാ? അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ ഖാല ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിസന വലാ മുതഫഹിസാ وكان يقول إن من خياركم أحسن أخلاقا. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശമായത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, മോശമായത് പറയാറില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചീത്ത പറയാറില്ല. ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം, ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളിൽ ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം ആർക്കുണ്ടോ ആ മനുഷ്യനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നല്ല സ്വഭാവമുള്ളവർ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്താ ഇപ്പോൾ ഒരു മടി പോലെ AC ഇടാത്തോണ്ടാണ്? അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ കൊണ്ട് നീങ്ങിയിരുന്നേ, നിങ്ങൾ കാണുന്നില്ല ഈ വെട്ടത്തിലൊന്നും. ഇവിടെ നീങ്ങിയിരുന്നു, ഇങ്ങോട്ട് ഗിരി ലൈറ്റ് ഇങ്ങോട്ട്. കുറച്ച് പേര് അപ്പുറത്ത്, ക്യാമറയ്ക്ക് അപ്പുറത്ത് കുറച്ച് പേര് പോയിരുന്നു. പൊക്കോ, കുഴപ്പമില്ല, പൊക്കോ, ക്യാമറ മറക്കണ്ട. ഫാൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് മാറിയിരുന്നു. അൽഹംദുലില്ലാഹ്.
അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ വിഭാഗമാരാ. അല്ല, 3 വിഭാഗത്തെ നാം പഠിച്ചു, ഇനി ബാക്കിയുള്ളത് പഠിക്കാം. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും അഹ്സനുക്കും ഖലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജനങ്ങളിൽ വെച്ച് 4ാമത്തെ ഉത്തമനായ മനുഷ്യനാരെന്നറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ ഉത്തമൻ കടം നല്ല നിലയിൽ കൊടുത്തു വീട്ടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ കടം വീട്ടുമ്പോ നല്ല നിലയിൽ കടം വീട്ടുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് ജനങ്ങളിൽ വെച്ച് ഉത്തമനെന്ന് പ്രവാചകം പറയുമ്പോ, കടം വാങ്ങിയാൽ അതിന്റെ അവധി എത്തുമ്പോൾ കൃത്യമായി തിരിച്ചു കൊടുക്കണം. അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. അതുപോലെ ഒരാൾ നമുക്ക് അത്യാവശ്യത്തിന് പണം കടം തന്നാൽ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകം പറയുന്നു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ 4ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? കടം നല്ല നിലയിൽ വീട്ടുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവര്, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത എത്രയോ പേരെ നമുക്കറിയാ. പറ്റിക്കുന്നവരുണ്ടല്ലോ, വഞ്ചിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവനും വളഞ്ഞ വഴിയിലൂടെ കയ്യിലേക്കാക്കുകയാണ്. അല്ലെങ്കിൽ പോയി കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയാ. പട്ടിണിയാണ്, കടമാണ്, പ്രശ്നമാണ്, പ്രയാസമാണ്. പടച്ചവനെ, കരഞ്ഞ് വിളിച്ച് വീടിന്റെ മുന്നിൽ പോയി കിടന്ന് കരയുകയാ. അവസാനം നല്ല ഒരു മനസ്സോട് പൈസ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, പൈസ വാങ്ങാൻ വരുമ്പോൾ ഉള്ള സ്നേഹം നിങ്ങൾ കാണണം. പടച്ചോനെ, ഇന്ന് ഈ പള്ളിയിൽ ജുമാ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഇന്ന് പള്ളിയിൽ ജുമാ നിസ്കരിക്കാമെന്ന ഒരു സഹോദരൻ, വലിയ സങ്കടം ഉണ്ടായി എനിക്ക്. ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോൾ മഞ്ചേരിയിലുള്ള സഹോദരൻ അല്ലാഹുവേ ഇന്നിവിടെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, കുറച്ചു പൈസ ഒരാളുടെ കയ്യിൽ പെട്ടുപോയി, ഉസ്താദ് ദുആ ചെയ്യണം തിരിച്ചു കിട്ടാൻ. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഉസ്താദെ, ദിവസങ്ങളായിട്ട് ഞാനിവിടെ കിടക്കുക, എവിടെയെന്നറിയില്ല. മഞ്ചേരിയിലുള്ള ആ സഹോദരൻ ഇന്ന് പള്ളിയിൽ വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയാ, കുറച്ച് പൈസ ഒരാളുടെ കയ്യിലായിപ്പോയി, പടച്ചവനെ തിരിച്ചു കൊടുക്കണില്ല, നാളെ നീള ഇങ്ങനെ നീള. ഓഹ് പടച്ചവനെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പൈസ വാങ്ങാൻ വരുന്ന രംഗം നിങ്ങൾക്കറിയോ? പൈസ വാങ്ങാൻ വരുന്ന രംഗം, ഇവന്റെ സങ്കടവും, അവൻ എത്ര വട്ടം വിളിക്കും. പൈസ അങ്ങോട്ട് കിട്ടണമെങ്കിൽ ഒരു 10-15 വട്ടം നമ്മൾ വിളിക്കും, നമ്മളെ തേടി വരും, കരയും, പലതും പറയും. അവസാനം നമ്മൾ നല്ല മനസ്സോടെ രക്ഷപ്പെടട്ടെ, അവൻ്റെ ഒരു പ്രയാസമല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ഇത്തിരി പൈസ കൊടുത്ത് സഹായിക്കും. അത് കഴിഞ്ഞാൽ ഇവൻ ഫോൺ വിളിച്ചാൽ എടുക്കൂല. അനുഭവസ്ഥന ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. പിന്നെ അവൻ്റെ പുറകെ നമ്മൾ നടക്കണം, പിരിവിന് നടക്കുന്നത് പോലെ. എന്തോ നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാത്തവനെ പോലെ ഒരു മനസ്സില്ല. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാഞ്ഞിട്ടാ. ഞാനിങ്ങനെ പലർക്കും പൈസ കൊടുത്തിട്ട് പെട്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കും തന്നില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ. കാരണം എന്ത് ചെയ്യാനാ, തരാൻ മനസ്സുണ്ടാവണമല്ലോ. നാളെ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെയെങ്കിലും കിട്ടുമല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ പഠിച്ചൊരു പാഠം ആരെയും സഹായിക്കരുത്, ഒരു മനുഷ്യനെയും സഹായിക്കരുത്. നമ്മൾ ആരെങ്കിലൊക്കെ സഹായിച്ച് കഴിയുമ്പോൾ പിന്നെ അവസാനം നമ്മളെ കണ്ടാൽ പിന്നെ തിരിച്ചറിയാത്ത അവസ്ഥ. ഓരോ ആൾക്കാർ എത്രയോ ലക്ഷങ്ങൾ കൊണ്ടു കൊടുത്തിട്ടും പറ്റിച്ച് ആദ്യമൊക്കെ പേടിയുള്ളൂ, പിന്നെ കുഴപ്പമൊന്നുമില്ല. ആദ്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്കിലും ഒരു ഓർമ്മ, ഒരു മുസ്ലിം അല്ലേ, അല്ല ഞാൻ പേടിച്ചല്ലോ, അല്ല എനിക്ക് പണ്ടുള്ളവർക്കൊന്നും ഉറക്കം വരൂലെന്നേ. ഒരല്പം പൈസ കടമുണ്ടെങ്കിൽ, കടത്തെക്കുറിച്ച് നമ്മളൊരു വഴുത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എഴുതി വെക്കണമെന്നാ പറഞ്ഞേ.
രാത്രി കിടക്കുമ്പോൾ എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങണം, ഞാൻ ഇന്ന മനുഷ്യന് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന്. അവിടുത്തെ ഹക്കടപാടുകളെ കുറിച്ച് എഴുതി വെച്ചിട്ട് നീ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കുക. കടക്കാരനായി മരിച്ചുപോയുള്ള അവസ്ഥ എന്താ? ഈ ദുനിയാവും പോയി ആഖിറവും പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ മസ്ജിദി ഖാല മിസ്അറു ഉറാ ഖാല അൽളുഹാ فقال صلى ركعتين وكان لي عليه دين فقضاني وزادني. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹാ സമയത്ത് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 റക്അത്ത് നമസ്കരിക്കുക, അവിടെ നിന്ന് എനിക്ക് കടം തിരിച്ചു തരാനുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദുഹാഇന്റെ സമയത്ത് ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടേക്ക് കടന്നു ചെന്നു. അപ്പോൾ പ്രവാചകൻ എന്നോട് പറഞ്ഞു, 2 റക്അത്ത് നമസ്കരിക്കൂ, അവിടെ നിന്ന് എനിക്ക് കടം തിരിച്ചു തരാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് തിരിച്ചു തന്നു, കുറച്ചു കൂടുതൽ തന്നു എന്ന് മഹാനായ സഹാബി നമുക്ക് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിയും കടം വാങ്ങിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നേതാവ് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടം വാങ്ങിയ പൈസ കൊടുക്കാനിരുന്നപ്പോൾ സ്വഹാബിയോട് പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്ക്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അടുത്തു വിളിച്ചിട്ട് തന്നതിനേക്കാളും ഒരല്പം കൂടുതൽ കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ കൂടുതലൊന്നും കൊടുക്കണ്ടായിരുന്നു പടച്ചവനെ, ആ വേടിച്ചതെങ്കിലും കൊടുത്താൽ മതി. ആ വേടിച്ച പൈസയെങ്കിലും പല ബിസിനസ്സിൽ അവിടെ ഇവിടെയും കൊണ്ടിട്ടിട്ട് പൊട്ടിക്കിടക്കണവരുണ്ട്. ലാഭമൊന്നും വേണ്ടട ചങ്ങാതി, ആ തന്നതെങ്കിലും താ. അവനിങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ക്ലാസ് കേൾക്കുന്നവരോട് ഞാൻ പറയുക, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് കയ്യിലുണ്ടായിട്ട് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ആ കൊടുക്കണമെന്നുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകുന്നില്ലെങ്കിൽ, നിനക്ക് അള്ളാഹു തരുന്ന പണിഷ്മെന്റ് എന്തെന്നറിയൂ? അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ ഉള്ളതുകൂടെ അങ്ങ് പോയി കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാളുടെ കയ്യിൽ 50,000 1 ലക്ഷമോ വാങ്ങിച്ച് 10 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു 50,000 രൂപ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതിലൂടെ ബാക്കി 9.5 കൂടെ പോയാ കിട്ടുന്നത്. സർവ്വതും അങ്ങ് പോകും ഒറ്റയടിക്ക്. സർവ്വതും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. റബ്ബിന്റെ സഹായം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. റബ്ബിന്റെ സഹായം കിട്ടൂല. എന്നാൽ മറിച്ചട്ടോ, നിന്റെ കയ്യിൽ ഒന്നുമില്ല, എന്നാലും നിനക്കറിയാം ഞാൻ കടക്കാരനാ, എനിക്ക് തിരിച്ചു കൊടുക്കണം, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കടം വീട്ടണം. ആ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അള്ളാഹു നിനക്കൊരു വഴി തുറന്നു തരും. നിന്റെ കടം അള്ളാഹു വീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്തിനാ നീ പഠിക്കണേ? അള്ളാഹു വീട്ടി തരും. അള്ളാഹു നിനക്കൊരു വഴി തുറന്നു തരും. പടച്ചവൻ നിന്നെ സഹായിക്കും ഏതെങ്കിലും ഒരു വഴിയിലൂടെ. പക്ഷെ എന്തുണ്ടാകണം? അത് തിരിച്ചു കൊടുക്കണം ഉള്ള മനസ്സ്. അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള മനസ്സുണ്ടാകണം. അതുമാത്രമല്ല, നിന്റെ ഒരു പ്രയാസത്തിന്റെ സമയത്ത് നിന്നെ സഹായിച്ചവന് നീ തിരിച്ചു കൊടുക്കുമ്പോൾ അല്പം കൂടുതൽ കൊടുക്കണം. അതിന് പലിശ എന്ന് പറയൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് പലിശ എന്ന് പറയോ? ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒരാവശ്യത്തിന് ഞാൻ മേടിച്ചു, തിരിച്ചു തരുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ മനസ്സ് ഇറങ്ങുന്നുണ്ട് 10 രൂപ കൂടുതൽ വെച്ചാൽ അതൊരിക്കലും പലിശയാകില്ല. പക്ഷേ 1000 മേടിച്ചു തരുമ്പോൾ 1100 തരണോന്ന് ഞാൻ തന്നെ പറഞ്ഞാലോ, അതാണ് പലിശ. അതല്ല നമ്മൾ മനസ്സോടെ അൽഹംദുലില്ലാ സഹായിച്ചവരല്ലേ. ഇപ്പൊ ചിലർ ചോദിക്കും, ഉസ്താദെ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത്തിരി പൈസ കൊടുത്തു സഹായിച്ചു, അപ്പൊ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് ഇത്തിരി വാങ്ങിക്കുന്നതിൽ എന്താ ന്യായം? ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ പൈസ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ വേണമെങ്കിൽ കുറച്ചൊക്കെ പൈസ കൊടുക്കും, പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത്തിരി കൂടെ കൂടുതൽ കൊടുക്കണം. കാരണം ഞാൻ അവനെ സഹായിച്ചതല്ലേ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, പൈസ അതങ്ങനെ പല നിയമങ്ങൾ നമ്മളങ്ങനെ കൊണ്ടുവരും. അള്ളാഹു നമുക്ക് നമ്മളെ കാക്കുമാറാകട്ടെ. പലിശയിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥ. ഓരോ പരിപാടികളുണ്ട്. ഇപ്പോൾ ചിട്ടികൾ ഇല്ലേ, ചിട്ടികളും പലതുള്ളൊക്കെ എല്ലാം നടത്താൻ നല്ല കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ പറയും ഒരു ചിട്ടി എനിക്ക്, എന്താ പരിപാടി ഉണ്ടല്ലേ അപ്പോൾ ചിട്ടി. ഇതെങ്ങനെ ഒരടവിൻ്റെ പൈസ അത് നോക്കണാക്കല്ലേ. ചിലർ പറയും ഒരെണ്ണ എനിക്ക്, ഒരടവ് എനിക്ക്, അങ്ങനെ പറയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കടം വീട്ടിയപ്പോൾ, താൻ തൻ്റെ കടം വീട്ടിയപ്പോൾ അല്പം കൂടുതൽ കൊടുത്തു. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അന്ന റജുലൻ അത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖാൽ ഫഅഅലല ഫഹമ്മ ബിഹി അസ്ഹാബു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഉ ഫഇന്ന സാഹിബുൽ ഹഖി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഒരാൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് തന്റെ കടം വീട്ടാൻ ആവശ്യപ്പെട്ടു വന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്, നബിയേ എന്റെ കടമങ്ങ് വീട്ടണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഗൗരവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, താഴ്മയോടെയല്ല. അദ്ദേഹത്തിന്റെ ശബ്ദം പടച്ചവനെ ഒരു ഗൗരവമുള്ള ശബ്ദം. ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. അതാ പരുഷമായ സംസാരം, അത് നബിയുടെ സ്വഹാബികൾക്ക് അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. സ്വഹാബികളുടെ മുന്നിലിരിക്കുന്ന പ്രവാചകന്റെ മുന്നിലാണ് ഒരു മനുഷ്യൻ വന്ന് വളരെ ഗൗരവത്തോടു കൂടി ആവശ്യപ്പെടുന്നത്, നബിയേ എന്റെ കടം വീട്ടണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് മനപ്രയാസമുണ്ടാക്കി, സ്വഹാബികൾക്ക് അത് വല്ലാത്ത വേദനയുണ്ടാക്കി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളാ മനുഷ്യൻ വെറുതെ വിട്ടേക്കുക, നിങ്ങളാ മനുഷ്യനെ വെറുതെ വിട്ടേക്കുക. അവകാശിക്ക് സംസാരിക്കാൻ അധികാരമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നു. പൈസ കൊടുക്കാനുള്ള ആളാ, ഇത്തിരി കടം വാങ്ങിച്ച ആളാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കടം വീട്ടണം, എനിക്കെൻ്റെ പൈസ വേണം. ഇത്തിരി ശബ്ദം ഇത്തിരി കൂടിപ്പോയി. മുന്നിലിരുന്ന സ്വഹാബത്തിന് അത്ര അങ്ങോട്ട് സഹിച്ചില്ല. സഹാബാക്കളൊക്കെ സംസാരം തുടങ്ങി, ചിലരൊക്കെ എഴുന്നേറ്റു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിട്ടേക്ക്, അത് പറയാനുള്ള അവകാശം അവനുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി. പറയാൻ അവകാശമുണ്ട്, കാരണം അവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതാണ്, അവനത് പറയാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാൾ തന്നെ ഒട്ടകത്തിന് തുല്യം പ്രായമുള്ള ഒരൊട്ടകത്തെ അയാൾക്ക് നൽകുക. ഒട്ടകത്തെയാണ് വാങ്ങിയത്, ആ ഒട്ടകത്തിന്റെ പ്രായമുള്ളത് അയാൾക്ക് നൽകുക. അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അയാളുടെ ഒട്ടകത്തെക്കാൾ കൂടുതൽ പ്രായമുള്ളത് എന്തിനാ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്, അയാളുടെ ഒട്ടകത്തെക്കാൾ കൂടുതൽ പ്രായമുള്ളതിനെ ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളത് കൊടുത്തേ പറ്റൂ. അദ്ദേഹം തന്ന ഒട്ടകത്തിനേക്കാൾ ഇത്തിരി കൂടെ വയസ്സുകൂടിയ നല്ല കാണാൻ ആരോഗ്യമുള്ള ഒട്ടകത്തെ നിങ്ങൾ കൊടുക്കണം. സഹാബികൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ കാണുന്നില്ല, കൊടുത്തേ പറ്റൂ, കൊടുത്തേ പറ്റൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ നല്ല നിലയിൽ കടം വീട്ടുന്നവനാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതാ പറയുന്നത്, കടം തന്ന മനുഷ്യന് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരല്പം കൂടുതൽ കൊടുക്കണം. അൽഹംദുലില്ലാ, ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ദുആ ചെയ്യൂ. ഏകദേശമുള്ള എല്ലാവരും പടച്ചവനെ തന്ന, അതാ പറഞ്ഞത്, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ഒന്നുകിൽ കൂടെ യാത്ര ചെയ്യണം. ഒരാളുടെ സ്വഭാവം അറിയാനുള്ള 3 കാര്യങ്ങളാണ്. 1, കൂടെ യാത്ര ചെയ്യണം. 2, കൂടെ ഉറങ്ങണം. 3,
സാമ്പത്തിക ഇടപാടുകൾ നടത്തണം. അപ്പം അറിയാം തനി സ്വഭാവം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് കടം ദയവ് ചെയ്ത് കടവേ വാങ്ങരുത്. അതാ പണ്ടുള്ളവർ പറയും, ഒരു കാരണവശാലും കടം വാങ്ങരുത്. കാരണം എന്തേ? സാമ്പത്തിക ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ സ്നേഹബന്ധം പോകും, കുടുംബങ്ങൾ ബന്ധങ്ങൾ പോകും. ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം തകരുന്നത് സാമ്പത്തിക ഇടപാടില്ല. അല്ലേണേ? ഉള്ളാരും പറയുന്നത് അല്ലേ? അല്ലേ? അതാണ് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പോയി. സാമ്പത്തിക ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പറഞ്ഞ വേണ്ടാന്ന്. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ കൂടെ യാത്ര ചെയ്യണം. യാത്ര ചെയ്താൽ അറിയില്ലേ? കൂടെ കിടന്നവനെ രാപ്പ്, അങ്ങനത്തെ ഒരു പഴഞ്ചലുണ്ടല്ലോ. എന്താ എന്തോ ഉണ്ട്, പറയുന്നില്ല, അതറിയാലോ. കൂടെ കിടന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാം. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ അറിയാം ഒരാളുടെ സ്വഭാവം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി കൂടുതൽ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ദുആയും ചെയ്യണം. എത്രയോ ഹദീസുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. കടം തന്നിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, സഹായിച്ചവനല്ലേ, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ചെയ്യോ? അണ്ണൻ ചെയ്യണം. ചെയ്താൽ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. ആരെങ്കിലും പൈസ തന്നിട്ട് നമ്മൾ ചെയ്യും. പഠിച്ചവനെ വേണ്ടല്ല, വിട്ടേരെ. ചില സമയങ്ങളിൽ പൈസയുടെ അത്യാവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുമല്ലോ. ഞാൻ ഒരു സഹോദരൻ, ഞാനിങ്ങനെ ചിന്തിക്കാറ്, ഞാൻ പഠനമെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോൾ ഒരാൾക്ക് ഇത്തിരി പൈസ കൊടുത്തു. ഒരുപാട് ചോദിച്ചു തന്നില്ല. ആവശ്യമുണ്ടായിരുന്ന ഒരുപാട് സമയങ്ങളിൽ ചോദിച്ച് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അത് ഹലാലായ പൈസയാ, എന്നാലും അത് വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ സഹോദരൻ എൻ്റെ വീട് തേടി വന്നു. എൻ്റെ വീട് തേടി വന്നിട്ട് ആ പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. അതാണ് നേരായ മാർഗത്തിലൂടെ ഉണ്ടായത്. എങ്ങനാണെങ്കിലും തിരിച്ചു വരും. പറ്റിച്ചും കള്ളത്തരം കാണിച്ചും ഉണ്ടാക്കിയതൊക്കെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും 5 നയാ പൈസ കടമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്തു വെക്കണം. നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, നിങ്ങൾ എഴുതി വെക്കണം, ഇന്ന ആൾക്ക് ഞാൻ ഇത്ര രൂപ കൊടുക്കാനുണ്ട്, നിങ്ങൾ എഴുതി വെക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാ. നിങ്ങളത് കൊടുക്കാനുള്ള മനസ്സുണ്ടാക്കണം. കൊടുക്കുമ്പോൾ ഇത്തിരി കൂട്ടിക്കൊടുത്തണം. നിങ്ങൾ ദുആയും ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പലരും ക്ലാസ്സിൽ ദുആ ചെയ്യാൻ പറയുമ്പോൾ എത്രയോ പെണ്ണുങ്ങൾ ഉസ്താദെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് പോയി, അവിടെ കൊണ്ടിട്ടിട്ട് പോയി. പാവങ്ങൾ സങ്കടവ. എടുത്തൊരു ഗൾഫിൽ നിന്നൊരു സഹോദരൻ, ഞാൻ ഗൾഫിൽ കിടന്ന് സമ്പാദിച്ചത് മുഴുവനും എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞൊരിടത്ത് കൊണ്ടിട്ടു, സർവ്വതും പോയി ഉസ്താദെ. എന്താ സങ്കടം. ഇതൊക്കെ കൊണ്ട് നേരെയാകുമോ സഹോദര? ഈ കോടികളൊക്കെ മൂട്ടിച്ചിട്ട് പോകണമാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. നമ്മുടെ രാജ്യത്ത് നിന്ന് കോടികളുമായി മുങ്ങുന്ന ആൾക്കാരില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടമത്ര നിസാരമല്ല. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തും, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ, മസ്ജിദ് നബവിക്കകത്തൊരു ജനാസ കൊണ്ടുവെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ഈ മയ്യത്തിന് കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ പറയും, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. പ്രവാചകൻ നിസ്കരിക്കൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടമില്ലെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമായിരുന്നു. ഉണ്ടെന്ന് പറഞ്ഞാൽ അതാ നിസ്കരിച്ചിട്ട് കാര്യമില്ല സഹോദര. ആ കടക്കാരൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാ ആണെങ്കിലും ഇസ്ലാമിന് വേണ്ടി യുദ്ധക്കളത്തിൽ കടന്നു ചെന്നിട്ട് ശത്രുക്കളോട് പോരാടി ഷഹീദായ സഹാബിയാണ്. ഷഹീദായ മനുഷ്യനാണെങ്കിലും കടമുണ്ടോ? ലാ യദ്ഖുലൂനൽ ജന്ന. ആ
മനുഷ്യനവിടുന്ന് സ്വർഗത്തിൽ കടക്കൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കടമുണ്ടോ? ആ കടം നിങ്ങൾ വീട്ടണേ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ കടം വീട്ടണേ. വീട്ടുന്ന സമയത്ത് നിങ്ങൾ അല്പം കൂടുതൽ കൊടുക്കണേ. അതുമാത്രമല്ല, ഒരു നന്ദി വാക്ക് പറയണേ. ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മയ്യുർജാ ഖൈറുക്കും വയുമിനു ശർറു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളിൽ ഉത്തമർ അതാ തങ്ങളുടെ നന്മയെ പ്രതീക്ഷിക്കുന്നവരും തങ്ങളുടെ തിന്മയിൽ നിന്ന് ആളുകളെ സുരക്ഷിതമാക്കുന്നവരുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അഞ്ചാമത്തെ വിഭാഗമാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മ മാത്രം പ്രവർത്തിക്കുന്നവരാ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നന്മകൾ ചെയ്യുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം പോലും 5 വഖത്ത് നമസ്കാരം ഉപേക്ഷിക്കാത്തവര്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാത്ത ഒരു ദിവസം തന്റെ ജീവിതത്തിലില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ ഒരു 5 മിനിറ്റെങ്കിലും കാണാതെയല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഓതുന്ന സ്വഭാവമുള്ളവരുണ്ട്. ദിക്റ് പറയാ സമയം മാറ്റിവെക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും സദഖ ചെയ്യുന്നവരുണ്ട്. രോഗ സന്ദർശനം നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഞ്ചാമത്തെ മനുഷ്യനാരാ? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ അഞ്ചാമത്തെ മനുഷ്യനാരാ? അവൻ നന്മകൾ അധികമായി ചെയ്യുന്നവനാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മകൾ അധികരിപ്പിച്ചോ. പ്രായം ഒരുപാട് ഏറി വരികയാണ്. ഓരോ ദിവസവും നിന്റെ ആയുസ്സിൽ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയാ. ഞാനും നിങ്ങളും മരണത്തിലേക്ക് അടുക്കുകയാണ്. ഞാനും നിങ്ങളും മരണത്തിലേക്ക് അടുക്കുകയാണ്. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സഹോദരാ, എന്തെങ്കിലും നമുക്ക് ചെയ്തു വെക്കണമല്ലോ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, എന്ത് നന്മയാണോ ചെയ്യാൻ കഴിയുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. മത്സരിക്കണം നന്മ ചെയ്യാൻ. നിസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ പള്ളിയിൽ ചെന്നേ നിസ്കരിക്കൂ. അല്ലാഹുവേ, അന്യനാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വന്ന് കിടക്കുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട്. ആ തൊഴിലാളികൾ രാവിലെ മുതൽ അവരുടെ കഷ്ടപ്പാടറിയുമോ? രാവിലെ എഴുന്നേറ്റ് പടച്ചവനെ ഭക്ഷണം വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട് നട്ടുച്ച വെയിലത്ത് കിടന്ന് എന്തെങ്കിലും കടിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ബംഗാളിൽ നിന്ന് കടന്നു വന്ന അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളായ സഹോദരങ്ങളുണ്ടല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒന്ന് തലചായ്ക്കാൻ കിട്ടുന്ന സമയമുണ്ടല്ലോ. പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വരുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, മഗ്രിബ് നമസ്കാരത്തിന് വന്നിട്ട് ഈ നാട്ടുകാർ എത്ര പേരാ പള്ളിക്കകത്തിരിക്കുന്നത്? നമ്മളിൽ എത്ര പേരാണ് മഗ്രിബിന് വന്നിട്ട് ഇശായി നിസ്കരിച്ച് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ അവര് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഇശായും കഴിഞ്ഞാണ് പോകുന്നത്. അവർക്കും ഭാര്യയുണ്ട്, അവർക്കും കഷ്ടപ്പാടുണ്ട്.
അവർക്കും മക്കളുണ്ട്, അവർക്കും ക്ഷീണമുണ്ട്. നമ്മളെ കാലം കഷ്ടപ്പെടുന്നവരാണ്. എന്നിട്ട് പോലും അവർ നിസ്കാരത്തിന്റെ വിഷയത്തില് മനസ്സിലാക്കണ്ടേ. നമ്മൾ AC റൂമിലിരിക്കുക, കാലും കൈ നീട്ടി വീട്ടിൽ ചുമ്മാതിരിക്കുക, നല്ലതുപോലെ തിന്നും കുടിച്ചും സുഖിച്ചും നമ്മൾ ഇരിക്കുന്നു. നിസ്കരിക്കാൻ പള്ളി വരുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇശാ നിസ്കാരത്തിന് നിൽക്കണ ആളെ കണ്ടപ്പോൾ മുസമ്മിൽ ഉസ്താദിനോട് പറയാൻ തോന്നി ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ ഹിന്ദിയിൽ. കാരണം അവർക്കൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന്. കാരണം മലയാളികൾ ആകെ 6 പേരേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അവരൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർ ചെയ്യണ പോലെ നമ്മൾ ചെയ്യോ? മനുഷ്യന്മാർ ചെയ്യോ? അല്ല, എത്ര കഷ്ടപ്പെടുന്നവരാ. രാവിലെ ആഹാരം വെച്ച് എവിടെയെങ്കിലും പോയിരുന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. എന്നിട്ട് വൈകിട്ട് വന്ന് കിടന്നുറങ്ങേണ്ട സമയത്ത് അൽഹംദുലില്ലാ പള്ളിയിൽ മഗ്രിബിന് വന്ന ഇശാ കഴിഞ്ഞിട്ടാ പോവാ. ഇല്ലേ? ഇശാ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് 2 സഫ് നിരന്ന് നിൽക്കുക. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതവർ ഈമാനാണ്. അതാണ് നന്മകൾ ചെയ്യാനുള്ളൊരു മനസ്സ്. സുബഹി നിസ്കാരത്തിന് വരുന്നവരില്ലേ? സുബഹി നിസ്കാരത്തിന് എത്ര പേരാ നമ്മളവരെ വസ്ത്രത്തിൽ നോക്കിയിട്ട് നീങ്ങുന്നില്ല മടി അല്ലേ? അവരെടുത്തിരിക്കുന്ന ഒരു കൈലി, കൈലിയിൽ നോക്കിയിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നോക്കിയിട്ട് നമ്മൾ അകന്നു നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവരുടെ ഹൃദയത്തിലേക്ക് നോക്കാറില്ല. അള്ളാഹുവിൻ നമ്മൾ ചിലപ്പോൾ വസ്ത്രത്തിൽ നോക്കിയിട്ട് വൃത്തിയില്ല എന്ന് അള്ളാഹു നോക്കുന്നത്. ഇന്നല്ലാഹി യൻദുറു ഇലാ ജുസാമിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ വസ്ത്രത്തിലേക്കോ അല്ല അള്ളാഹ് നോക്കുന്നത്, ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്ക്. കാരണം ജനിച്ചു മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ കൊണ്ടുപോകാൻ കാരണം എന്തെങ്കിലുമൊക്കെ കാണണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വിഷയത്തിൽ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വെള്ളിയാഴ്ചയൊക്കെ എന്ത് പള്ള, പിന്നെ അവിടെ ഇവിടെയൊക്കെ പള്ളി ഉള്ളത് കൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. നിസ്കരിക്കാലത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തോ വല്ലാതെ ഒരു പുറകിലേക്ക് ആരും ഇങ്ങോട്ട് കയറാൻ മനസ്സ് കാണിക്കുന്നില്ല. അള്ളാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാനല്ലേ പറ്റൂ. നമുക്ക് ദുആ ചെയ്യാനല്ലേ. ഓരോ മനുഷ്യന്മാർക്ക് നിസ്കാര പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകണം, ആ ഒരു ചിന്തയാ. കട അപ്പോഴേ വിട്ടേക്കും. അപ്പം തന്നെ ചില മുതലാളിമാർ തൊഴിലാളിയോട് കാക്ക നിസ്കരിക്കാൻ പോട്ടെ, വേണ്ട അവിടെ നിൽക്കുക, ഓനെയും വിടത്തില്ല, സ്വന്തം ചെയ്യത്തുമില്ല, മറ്റുള്ളവനെ ചെയ്യാൻ വിടത്തില്ല. ഗൾഫിലെ സിസ്റ്റമാണ് ഇവിടെയൊക്കെ വേണ്ടത്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അടച്ചോണം. അല്ല വിളിച്ചു കഴിഞ്ഞാൽ പോകണ്ടേ? അല്ല വിളിച്ചു കഴിഞ്ഞാൽ പോകണ്ടേ? ഇല്ല, പോകണ്ട. അള്ളാഹിക്ക് തരാനും അറിയാം, വാപ്പസ് തിരിച്ചെടുക്കാനും അറിയാം. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്ക്, ഖുർആൻ ഓതി. എല്ലാ ദിവസവും ഖുർആൻ കൈകൊണ്ട് തൊടാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അടിച്ചു പൊളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞല്ലോ, പ്രായമൊക്കെ കഴിഞ്ഞില്ല. ഇനി തീരുമാനിക്കണം, ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്തിട്ട് ഒരായത്തെങ്കിലും ഞാൻ ഓതും. കാണാതെ ഓതല്ല, കണ്ടോതണം. അതിന് വേറെയാ പ്രതിഫലം. കണ്ടോതുന്നതിന് വല്ലാത്ത പ്രതിഫലം, കാണാതെ ഓതുന്നതിനേക്കാളും പ്രതിഫലം കണ്ടോതുന്നതിന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഇൻഷാ അല്ലാഹ്, അത് ഇന്നാഴ്ത്താനാണെങ്കിൽ അങ്ങനെ, ബക്കറയാണെങ്കിൽ അങ്ങനെ, ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ പാരായണം ചെയ്യും. ഒരു 10 ദിക്റെങ്കിലും, സ്വലാത്ത്, ദിക്ർ എന്തെങ്കിലും. അൽഹംദുലില്ലാഹ്, ദിക്ർ പറയുന്നതിന് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കണം. ഒരല്പസമയം അൽഹംദുലില്ലാഹ് ദിക്ർ പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ എല്ലാ ദിവസവും ഒരു സദഖ കൊടുക്കുന്ന സ്വഭാവം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ കൊടുക്കോ? പണ്ടൊക്കെ ഈ കച്ചവടക്കാരുടെയൊക്കെ കടയിൽ ഒരു ടിന്നുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും എത്തീങ്കാനയിലെയോ ഏതെങ്കിലും എത്തീങ്കാനയിൽ എവിടെയെങ്കിലും അൽഹംദുലില്ലാഹ് ഒരു പെട്ടിയുണ്ടാകും. എല്ലാ ദിവസവും അൽഹംദുലില്ലാഹ് അതിനകത്തൊരു സദഖ ഇട്ടിട്ടാ തുടങ്ങാൻ പണ്ടുള്ളവർ. അല്ലെ, പള്ളിയിലൊക്കെ പോകുമ്പോൾ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഇടും. പണ്ടുള്ളവരങ്ങനെ ആ ഒരു സദഖ, അതൊന്ന് കടയിലാണെങ്കിൽ കടയിൽ, വീട്ടിലാണെങ്കിൽ ഒന്നുകിൽ രാവിലെ പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സദഖ അൽഹംദുലില്ലാഹ് അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ, പള്ളിക്കോ മദ്രസയ്ക്കോ പാവങ്ങൾക്കോ ആർക്കെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സദഖ, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ഇങ്ങനെ നന്മകൾ ചെയ്യുന്ന മനുഷ്യൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂട്ടത്തിൽ പെടണം. നമ്മൾ അതിനു വേണ്ടിയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. കാരണം മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ,
എത്രയോ പേര് അല്ലാഹുവേ കൂട്ടായിലുള്ള ഫൈസൽ ഹാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മഹ്ദൂമിയ ഹജ്ജ് ഗ്രൂപ്പിന്റെ മഹ്ദൂമിയ എന്ന് പറയുന്ന ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്ന മനുഷ്യനാ. അല്ലാഹുവേ എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ? പടച്ചവനെ എപ്പോ വീട്ടിൽ ചെന്നാലും ഭക്ഷണം കഴിക്കും. ഒരുപാട് പ്രാവശ്യം ഞാനും എൻ്റെ കുടുംബവും ആ ഹാജിയുടെ കൂടെ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു പടച്ചവനെ റബ്ബേ, വല്ലാത്ത ഒരു സ്നേഹം. കഴിഞ്ഞിടക്കും ഞാൻ അവിടെ ചെന്നപ്പോ അല്ലാഹുവേ കൂട്ടായിൽ പോയിട്ട് വീട്ടിൽ വന്നില്ലല്ലോ, താനൂരെന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പിഞ്ചുമക്കളെയും അതാ ഒറ്റയ്ക്കാക്കിയിട്ട് അള്ളാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായിരിക്കുകയാണ്. പെട്ടെന്നൊരു ഷോക്കായിരുന്നു ആ മരണം. അള്ളാഹുവേ ഫൈസൽ ഹാജിയുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പടച്ചവനെ ഒരുപാട് പേരെ നിന്റെ കഅബയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനാണല്ലോ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ അവിടുത്തെ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ. പടച്ചവനെ എത്രയുള്ള സഹോദരാ, പടച്ചവനെ അതാ കുറച്ച് ദിവസം മുമ്പാണ് അതാ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു കോളേജ് ഉണ്ട്. മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും വഴുതിന് നമ്മൾ വിളിക്കും. 2 ദിവസം ചോദിക്കും. ഒരു ദിവസം ഞാനിവിടെ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വിളിക്കും, ഫൈസി ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൻ്റെ പേരെന്താണ്, ഇർഫാനി സലീം ഫൈസി എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ കോവിഡ് വന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറി. പിന്നെ എന്തോ ബുദ്ധിമുട്ടായിട്ട് ആ കോളേജ് എത്ര കുട്ടികളെ ഒറ്റയ്ക്കൊരു സ്ഥാപനം കൊണ്ട് നടക്കുന്ന, ആ സ്ഥാപനത്തിന് വേണ്ടിയാ ജീവിക്കണ സാധു. ആ സ്ഥാപനം സ്വന്തം മക്കളെക്കാൾ ആ സ്ഥാപനത്തെ ഇഷ്ടപ്പെടും. എത്ര കുട്ടികളെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, അതിൻ്റെ കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ, ചെറുപ്പക്കാരനാ, വലിയ പ്രായമൊന്നുമില്ല. അല്ലാഹുവേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ 100-300 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാ. ആ സ്ഥാപനത്തിൻ്റെ താങ്ങും തണലുവാ അല്ലാ. ആ സ്ഥാപനത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച മനുഷ്യനാ. അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിവിടുത്തെ പരിപാടിയിൽ ആ കോളേജിൻ്റെ പരിപാടി നടത്തിയിട്ട് എനിക്ക് ഏറ്റവും വലിയ സങ്കടം, ഞാൻ ഇന്നൊരു ഫോട്ടോ കണ്ടു. അവിടെ പരിപാടിക്ക് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ. എൻ്റെ വലതുഭാഗത്ത് ഉസ്താദ് നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് നിന്ന 40-45 വയസ്സുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം മരണം. 3 മക്കളാണ്. 3 ചെറിയ മക്കളെയും യാത്രയാക്കി അദ്ദേഹം അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായി. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന 2ാമത്തെ ആൾ ഉസ്താദ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എൻ്റെ കൂടെ നിന്ന മനുഷ്യനാ, പെട്ടെന്ന് കോവിഡ് വന്നു മരണപ്പെട്ടു പോയി. ഒരു 40-45 വയസ്സേ വരും. ഇപ്പോൾ ഉസ്താദും ഇത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ ജീവിതം. ഒന്നും വേണ്ട, ക്യാൻസറോ ട്യൂമറോ വലിയ രോഗമൊന്നും വേണ്ട. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല, പെട്ടെന്ന് വീണ് പോവാ മരണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കരുതി വെക്ക്. അള്ളാഹുടെ മുന്നിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ പിന്നെ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ മാത്രം പ്രവർത്തിക്കുന്നവർ അവരാണ് ജനങ്ങളിൽ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആറാമത്തെ വിഭാഗമാരാ അൻ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു ഖാല യാ റസൂലല്ലാഹ് മൻ ഖൈറുൻ നാസ്
അബ്ബാസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു അൻ അറാബിയൻ ഒരു അറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ് നബിയേ? വലിയ വിവരമില്ലാത്ത മനുഷ്യനാണ്, അറാബിയാണ് ചോദിക്കുന്നത്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ് നബിയേ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മൻ ത്വാല ഉംറുഹു വഹുസ്ന അമലുഹു. ആർക്കാണോ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തത്, അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തവർ, അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തവർ, ആ ആയുസ് അല്ലാഹുവേ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവർ, അവര് ജനങ്ങളിൽ ഉത്തമനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ഒരുപാട് ആയുസ് ഇങ്ങനെ നീട്ടിക്കിട്ടുക, ഒരുപാട് ആയുസ് ഇങ്ങനെ നീട്ടിക്കിട്ടുകയും ആ ആയുസ് അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്ത മനുഷ്യൻ, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയുസ് ചിലരൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ പള്ളിയിൽ 5 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കബറടക്കി. നിങ്ങൾ ആലോചിക്കേ, 5-6 മാസം മാത്രം പ്രായമുള്ള 2 സഹോദരങ്ങൾ, ഞാൻ കാണാൻ പോയില്ല, കാരണം അത് കാണാനുള്ളൊരു കരുത്തില്ലാത്തത് കൊണ്ട്, കൊണ്ടുവന്നിങ്ങനെ കബറടക്ക. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു 50, 60, 70, 80, 100 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോൾ നസീർക്കാടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എത്ര വയസ്സുണ്ടാവും ഇപ്പം? 87 വയസ്സുണ്ട്. അൽഹംദുലില്ലാഹ്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. 87 വയസ്സുള്ള ഉമ്മ നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. എനിക്ക് വന്നിങ്ങനെ നമ്മൾ പോയപ്പോൾ ഓതി എന്തൊരു സന്തോഷത്തോടു കൂടി, അൽഹംദുലില്ലാഹ്. എന്നിട്ട് ആ ഒരു മനസ്സുണ്ടല്ലോ. എന്നാലോ പ്രായമായി കുത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ടി വിയും കുത്തിക്കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്. പ്രായമായി, നിങ്ങൾ ചിന്തിക്കേണ്ടതാ. 10, 40, 50 വയസ്സ് വരെ നല്ലതുപോലെ ജീവിച്ചു. മരിക്കാൻ സമയമായപ്പോൾ തലതിരിഞ്ഞു പോയി. കാരണം എന്തേ? കഷ്ടപ്പാടും ദുരിതമായി നിസ്കരിച്ച് അള്ളാഹയെ വിളിച്ച് നല്ലതുപോലെ നടന്ന മനുഷ്യനാ. ഇപ്പം മകൻ ഗൾഫിൽ പോയി പൈസയൊക്കെ ആയി വലിയ കൊട്ടാരം പണിതു. എന്നിട്ട് വാപ്പാനെ ഉമ്മാനെയും കൊണ്ടുപോയി വീടിനകത്തിരുത്തിയിട്ട് TV വാങ്ങിച്ചിട്ട് പറയാ, ഇനി ഇവിടെ തന്നെ ഇരുന്നോളാൻ, വെളിയിലിട്ട് പോണ്ട. അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ട് 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 മരിക്കുന്നവരിയ്ക്കുന്ന മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളല്ല, അള്ളാഹു ആയുസ് നീട്ടിത്തന്നു. ആ നീട്ടിത്തന്ന ആയുസ് അള്ളാഹിന് ശുക്ർ ചെയ്ത് വെക്ക്, അള്ളാഹിന് നന്ദി കാണിക്ക്. 50 ആയാലും 60 ആണെങ്കിലും 70 ആണെങ്കിലും അൽഹംദുലില്ലാഹ്, ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി ആ സമയം ആയുസുണ്ടല്ലോ. നാളെ അള്ളാഹു ചോദിക്കുമല്ലോ, അള്ളാഹു നാളെ ചോദിക്കുമല്ലോ, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എന്താണ് ചെയ്തത് എന്ന് റബ്ബ് ചോദിക്കുമ്പോ പറയാൻ എന്തെങ്കിലും ഒരു മറുപടി വേണം മനുഷ്യ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയായ മനുഷ്യനോട് പറയുകയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ 6ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹു ആയുസ് കൊടുത്ത മനുഷ്യനാ. പക്ഷേ ആയുസ് വെറുതെയല്ല, അടിച്ചു പൊളിക്കാനായിരുന്നില്ല, ആസ്വദിക്കാനായിരുന്നില്ല, സുഖിക്കാനായിരുന്നില്ല, അല്ലാഹുവിനെ മറന്ന് ജീവിക്കാനായിരുന്നില്ല. അല്ലാഹു തരുന്നത് 90 ആണോ 100 ആണോ? ആ 100 മരിക്കുന്ന ദിവസം വരെ അല്ലാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കാൻ കഴിയണം. അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട്, ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം. നന്മയിലായിട്ട് വേണം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, അവസാനമായി ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവസാനമായിട്ട് ചെയ്യുന്ന കാര്യം നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാണ്? നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ മരിക്കുന്നത്? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണോ മരിക്കുന്നത്? ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ മരിക്കുന്നത്? നല്ല കാര്യത്തിന് വേണ്ടി പോകുന്ന വഴിയിലാണോ മരിക്കുന്നത്? നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതാ രൂപത്തിലാ. അതുകൊണ്ട് നന്മയിലായിട്ട് വേണം നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ. അസ്റായിലിനെ കണ്ടുമുട്ടുമ്പോ എൻ്റെ
പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവനായിട്ട് വേണം കണ്ടുമുട്ടേണ്ടത്. അല്ലാതെ പടച്ചവനെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കണ്ടുകുടിച്ചു കൊണ്ടിരിക്കുമ്പോ, ഹറാം കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഹറാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി വണ്ടിയിൽ പോകുന്ന സമയത്താണ് അപകടമെങ്ങാണം പറ്റി നീ മരണപ്പെടുന്നതെങ്കിൽ ചിന്തിക്ക് സഹോദരാ. അതുകൊണ്ട് അള്ളാഹു തന്ന ആയുസുണ്ടല്ലോ, ആയുസ് റബ്ബ് നീട്ടിത്തരട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തരട്ടെ. എത്ര വയസ്സ് വരെയാണോ ജീവിക്കുന്നത്, അത് 35 40 ആണെങ്കിലും 45 50 ആണെങ്കിലും 80 ആണെങ്കിലും 100 ആണെങ്കിലും അൽഹംദുലില്ലാഹ് എന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നവനാകണം. നിന്നെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തു വെക്ക്. നന്മകൾക്ക് വേണ്ടി നീ അങ്ങോട്ട് മത്സരിക്ക്. എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ നീയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാണ്. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ ഖാല അബൂബക്കറനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ചോദിക്കുകയാണ്. ഒരു ദിവസം രാവിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? സ്വഹാബാ ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഞാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാണ്, ഇന്നാരാണ് ജനാസയെ അനുഗമിച്ചത്? ഇന്ന് ജനാസയെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ പുറകെ നടന്ന ആരാവുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഞാനുണ്ട് നബിയേ. മുത്തുനബി ചോദിക്കുകയാ, മുത്തുനബി അവിടെന്ന് മൂന്നാമതായി ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാ, ഇന്നത്തെ ദിവസം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയ ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഞാനുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ടവര്, റസൂലുള്ളാഹി തങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചത്? ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചത്? അപ്പോഴും മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എപ്പോഴാ ഇത് ചോദിച്ചെന്നറിയോ? ഇശായിക്കല്ല, അസർ കഴിഞ്ഞപ്പോഴല്ല, ളുഹർ കഴിഞ്ഞപ്പോഴല്ല, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറ സ്വല്ലല്ലാഹു اللهم صل على محمد. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസം ജനാസയെ അനുഗമിച്ച ആരെങ്കിലും ഉണ്ടോ? എപ്പോഴാ ചോദിക്കണേ? സുബഹി കഴിഞ്ഞിട്ട്. അപ്പോഴും അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട്. മൂന്നാമത്തെ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇന്നത്തെ ദിവസം ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയവരുണ്ടോ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട്. നാലാമത്തെ ചോദ്യം, ഇന്ന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട്. സഹാബികൾ ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുക. എല്ലാത്തിനും അബൂബക്കർ. അവർക്കൊരു എന്താപ്പാ? അപ്പൊ ആരോ ചോദിച്ചു അത്രേ, സുബഹിക്ക് മുമ്പ് തന്നെ ആരാ രോഗസന്ദർശനം നടത്തി, നോമ്പ് പിടിച്ചു, രോഗം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുക, അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഒരു സ്വഹാബി സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞു. വരുന്ന വഴിയിൽ പള്ളിയിലേക്ക് വരുന്ന സമയം ഒരു സ്വഹാബി സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ വരുന്ന വഴിയിൽ സുബഹിക്ക് അവിടെ കയറി രോഗസന്ദർശനം നടത്തി. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഈ സഹാബിക്ക് അസുഖമാണെന്ന്. അവിടെ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഈത്തപ്പഴം കയ്യിൽ കൊടുത്തു കഴിക്കാൻ.
അതും കൊണ്ടിറങ്ങി വരുമ്പോഴാണ് വഴിയിലൊരു പാവപ്പെട്ടവനെ കണ്ടത്. അവൻ്റെ കയ്യിലേക്ക് സദക്ക കൊടുത്തു. നമ്മൾ ചിന്തിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കാരം ജനാസഹുലപ്പോഴേ സുബഹിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഒരുമിക്കുന്നത് ആരാണോ ഒരുമിപ്പിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ നോമ്പ് പിടിച്ചു, രോഗസന്ദർശനം നടത്തി, ജനാസയിൽ പങ്കെടുത്തു, ഭക്ഷണം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കാര്യങ്ങൾ, ഒരു സദക്ക കൊടുത്തു, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ, ആരെങ്കിലും ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശിയ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. മരണമെന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുന്നത്, അപ്പോഴല്ലേ പറ്റൂ. ഇതിപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുക. സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഹിജ്റ 94 തൻ്റെ 67ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുന്ന സന്ദർഭത്തിൽ നോമ്പുകാരനായിരുന്നു മഹാനവറുകൾ. അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗം കൊണ്ട്, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ സ്വർഗം കൊണ്ട് വാർത്ത അറിയപ്പെട്ട, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 94ാമത്തെ വയസ്സിലാണ് അള്ളാഹു എവിടെ നിന്ന് പറയുന്ന ഹിജ്റ 94 തൻ്റെ 67ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുന്ന സന്ദർഭത്തിൽ നോമ്പുകാരനായിരുന്നു. അതിനെക്കുറിച്ച് ഉർവയുടെ മകനായ ഹിശാം റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയുകയാണ്, അല്ലാഹുവേ, നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് കൂട്ടാക്കാതെ അല്ലാഹുവേ 67ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. പടച്ചവനെ, നോമ്പ് മുറിക്കാൻ സമയമായി, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സമയത്താണ് പടച്ചവനെ അവിടുന്ന് മകൻ അവിടെ നോമ്പ് മുറിക്കാൻ സമയമായി. അവിടുന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല, നോമ്പ് മുറിക്കാൻ തയ്യാറാകുന്നില്ല. നോമ്പ് തുടരട്ടെ, ഞാൻ നോമ്പുകാരനായിട്ട് തന്നെ മരണപ്പെടട്ടെ. കാരണം അല്ലാഹുവിൻ്റെ മുന്നിൽ ഒരു നോമ്പുകാരനായിട്ട് എനിക്ക് എഴുന്നേറ്റ് പോകാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയുസ് നീട്ടിക്കിട്ടും. ആ നീട്ടിക്കിട്ടുന്ന ആയുസ് അല്ലാഹുവിന് വേണ്ടി ആരും മാറ്റിവെക്കുന്നുണ്ടോ? അവന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശദീകരിക്കുന്നില്ല. ഈ 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അഖീമു സുഫൂഫകും ഫഇന്നി അറാകും മിൻ വറാഇ ളഹരി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നമസ്കാരത്തിൽ തോളുകൾ മയപ്പെടുത്തുന്നവരുണ്ടല്ലോ. നമസ്കാരത്തിൽ സഫ് ശരിയാക്കുമ്പോൾ സഫിലെ വിടവുകൾ വരാതിരിക്കണമെങ്കിൽ കണങ്കാലിനോട് ചേർത്ത് വെക്കുന്നതിനോടൊപ്പം തോളുകളും ചേർത്ത് വെക്കണമല്ലോ. 7ാമത്തെ വിഭാഗം അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തോളുകൾ മയപ്പെടുത്തി നിൽക്കുന്നവർ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതെങ്ങനെ അപ്പൊ തോളുകൾ മയപ്പെടുത്താൻ നിസ്കരിക്കാൻ നിൽക്കുക? ചില ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ നിൽക്കണം, അല്ലാഹു മസലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങട്ടില്ല, ഈ തോളിങ്ങനെ അകന്നിട്ട് ഇങ്ങനെ നിൽക്കാം, ബോഡിയൊക്കെ കാണിച്ചിട്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മസിൽ പിടുത്തമൊന്നും വേണ്ട, നിൽക്കണത് അള്ളാഹുടെ മുന്നിൽ, ആ ഓർമ്മ വേണം. ഈ ലോകത്തിൻ്റെ അധിപനായ പടച്ച റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തോള് മസിലൊന്നും പിടിക്കണ്ട, ആ തോളിങ്ങനെ താഴ്ത്തിയിട്ട് അടിമ നിൽക്കണത് പോലെ നിന്റെ തോളിനെ നീ എന്ത് ചെയ്യണം? നീ താഴ്മയോടുകൂടി നിൽക്കുന്ന അങ്ങം ജനങ്ങളിൽ അവൻ ഏറ്റവും ഉത്തമനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഫുകളൊക്കെ വിടവുകളൊക്കെ അടച്ച് അൽഹംദുലില്ലാ. ഇങ്ങനെ ഇപ്പം പിന്നെ ഇപ്പം അകലമാണ്. അപ്പം ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഓരോ പള്ളിയിൽ കളം വരച്ചിട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു പള്ളി നിസ്കരിക്കാൻ കയറിയപ്പോൾ കളം വരച്ച്, ഞാൻ വെച്ച് പണ്ട് കുട്ടികൾ കളം വരച്ചിട്ട് കളിക്കണത് പോലെ കളം വരച്ചിട്ടിരിക്കുക, അവിടെ നിസ്കരിച്ചാൽ മതിയെന്ന്. അല്ലാഹു അലം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, തോളുകൾ അപ്പം നിസ്കരിക്കുന്ന സമയത്ത് തോളുകൾ മയപ്പെടുത്തുക. ഈ തോള് ഷോളറുകളൊക്കെ മയപ്പെടുത്തിയിട്ട് സുജൂദ് ചെയ്യുന്നൊക്കെ റുക്കുവൊക്കെ ചിലർ കണ്ടു കഴിഞ്ഞാൽ പടച്ചോനെ വല്ലാത്ത അത്ഭുതം. കൈകെട്ടലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു കെട്ടലൊക്കെ ഉണ്ട്, വല്ലാത്തൊരു കെട്ട. അടുത്തിരിക്കുന്നവൻ്റെ തല അടിച്ച് കിടക്കാതെ അങ്ങനെ ഇത്തിരി സമാധാനത്തിലൊക്കെ അൽഹംദുലില്ലാഹ് താഴ്മയോടുകൂടി കൈകെട്ടി ഷോളറുകളൊക്കെ താഴ്ത്തി അള്ളാഹുവിനോട് താഴ്മയോടുകൂടി അള്ളാഹുടെ മുന്നിൽ നിൽക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നിങ്ങൾ സഫുകൾ നേരെയാക്കുവിൻ, എൻ്റെ മുതുകിൻ്റെ പിന്നിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമ നിൽക്കണ പ്രവാചകൻ പറയാ, നിങ്ങളൊക്കെ നിങ്ങളുടെ സഫുകൾ നേരെയാക്ക്, നിങ്ങളുടെ തോളുകളൊക്കെ നിങ്ങൾ മയപ്പെടുത്ത്, ഞാൻ പുറകിലൂടെ നിങ്ങളെ കാണുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഉൾക്കാഴ്ച എന്ന് പറയൂലേ. ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന പ്രവാചകൻ പുറകിൽ നിൽക്കുന്നവരെ നോക്കിയിട്ട് പറയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് സ്വഹാബത്തിനോട് പറയുന്നു. മഹാനവറുകൾ പറയുകയാണ്, അപ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി, പടച്ചവൻ എങ്ങനെ അപ്പം അത് മനസ്സിലാക്കണം, ചിന്തിക്കുക, നേരെ നിൽക്കണം നബി, എങ്ങനെ ഇത് കാണുക? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണങ്കങ്കാലിനോട് നിങ്ങൾ ഒട്ടിച്ചേർത്ത് നിങ്ങൾ വെക്ക്, കാലുകൾ ചേർത്ത് വെക്ക്, സഫുകൾ നേരെയാക്കുക. അതാ നിസ്കരിക്കുമ്പോൾ സുഫു വെക്കും റഹ്മക്കും എന്ന് പറയണത്. സഫുകൾ നേരെയാക്ക്. നമ്മളെപ്പോഴും മൊബൈൽ പോലും ഓഫാക്കത്തില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച അടിയോടടിയായിരുന്നു മൊബൈൽ നിസ്കരിക്കാൻ. പള്ളിക്കകത്തൊക്കെ കയറി നിസ്കാരം അതുപോലെ ഓഫാക്കി വെക്കണില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇവിടെ. പിന്നെ പാട്ടില്ലാഞ്ഞത് ഭാഗ്യമായി. ഇപ്പം കൊറോണതായിട്ട് കുഴപ്പമില്ല, മറ്റേത് പാട്ടാ ഓരോന്ന് അടിച്ചു കഴിഞ്ഞു. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പരസ്പരം കരുണ കാണിക്കേണ്ടതും അതുപോലെ നിങ്ങൾ വളരെ താഴ്മയോടുകൂടിയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. മറ്റൊരാളെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറുക്കും അൽയനുക്കും മനാകിബ ഫിസ്സലാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ ഉത്തമൻ നമസ്കാരത്തിൽ തോളുകൾ മയപ്പെടുത്തുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജമാഅത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുക, പള്ളിയിൽ സഫ് ശരിയാക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് പുതിയതായി ഒരാൾ കൂടി വന്നാൽ അദ്ദേഹത്തിന് ആ സഫ് നിൽക്കാൻ സൗകര്യം ശരിപ്പെടുത്തി കൊടുക്കാത്തതിൻ്റെ ശ്രേഷ്ഠത ഈ ഹദീസ് മനസ്സിലാക്കുകയാ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരല്പം സ്ഥലമുണ്ട്, സഫിൻ്റെ ഒരറ്റത്തിൽ അല്പം കൂടെ സ്ഥലമുണ്ട്. അപ്പോൾ ഒരാൾ കൂടെ കയറി വന്ന് നിന്നപ്പോൾ നിൽക്കാതിരിക്കുക, ഇങ്ങനെ അകന്ന് നിന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്യരുത്. നിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്ക്. നീയാണ് ജനങ്ങളിൽ ഉത്തമനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തെ കാര്യമെന്താ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ എട്ടാമത്തെ മനുഷ്യനാരാ? കഴിയതാ ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആർക്കെങ്കിലും കഴിക്കാൻ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരല്പമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? നീയാണ് ജനങ്ങളിൽ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല, അത് നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്തെന്നറിയുമോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്തെന്നറിയുമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കഴിക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവസരം കിട്ടിയാൽ അല്ലാഹുവേ അത് നിങ്ങൾ ചെയ്യ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു ഖലീലാക്കിയല്ലോ. ഇബ്രാഹിം നബി അല്ലാഹു ഖലീലാക്കിയല്ലോ. ആ ഇബ്രാഹിം നബിയുടെ സ്വഭാവ ഗുണങ്ങളിൽ അതാ എടുത്തു പറയുന്ന ഒരു ഗുണമെന്തെന്നറിയുമോ? ഖലീലാക്കാനുള്ള കാരണങ്ങളിൽ ഒരു
ഒരു കാരണം എന്തെന്നറിയുമോ? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഇബ്രാഹിം നബിക്ക് ഇഷ്ടമല്ല, ഒറ്റയ്ക്കിരുന്ന് കഴിക്കാറില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ വിളിച്ചുകൊണ്ട് കൂടെ വന്നിരുന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അല്ലാഹുവേ, ഇബ്രാഹിം നബി ഒരിക്കൽ ഭക്ഷണം എടുത്തു വെച്ചു, ആരെയും കിട്ടിയില്ല. തന്റെ മുന്നിലെ ഭക്ഷണം വെച്ചു കാത്തിരിക്കുകയാണ്. ഒരാളെയും കൂടെ കഴിക്കാൻ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി ഇറങ്ങി നടക്കുകയാണ്. ഒരു മനുഷ്യനെ തിരഞ്ഞു നടക്കുകയാണ്. ഒരുപാട് നടന്നു. ആരെയും കാണാതെ വന്നപ്പോ സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് വീടിന്റെ അകത്തൊരു മലക്കിരിക്കുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിലാണ് മലക്ക് വന്നിരിക്കുന്നത്. ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? എന്റെ വീടിനകത്ത് കേറാൻ നിനക്ക് ആരനുവാദം തന്നു? യജമാനനായ റബ്ബനിക്ക് അനുവാദം തന്നു. അവസാനം ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ ആ മനുഷ്യൻ തയ്യാറാകുന്നില്ല. അപ്പം അത് മനുഷ്യനല്ല, മലക്കാണെന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായി. ഇബ്രാഹിം നബി ചോദിച്ചു, എന്തിനാ വന്നത്? അല്ലാഹുവിന്റെ ഖലീലിനെ കുറിച്ച് പരിചയപ്പെടുത്താനാ. ഇബ്രാഹിം നബി ചോദിക്കുന്നു, ആരാ? അല്ലാഹുവിന്റെ ഖലീൽ ആരാ? എനിക്ക് പറഞ്ഞു തന്നാൽ ഇനിയുള്ള കാലം ആ ഖലീലിന് ഖിദ്മത്ത് ചെയ്യാ. അപ്പോഴാണ് മലക്ക് പറയുന്നത്, നബിയേ, അല്ലാഹു നിങ്ങളെ ഖലീലാക്കിയിരിക്കുന്നു നബിയേ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവര്, അതാ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഓരോ മഹല്ലുകളിലും തിരക്കാട്. അതാ പടച്ചവനെ, പണ്ടൊക്കെ പള്ളി ദറസ് ഉണ്ടായിരുന്നല്ലോ. പണ്ടൊക്കെ ഓരോ പള്ളിക്കകത്ത് ഒരു ഉസ്താദും 5-6 വിദ്യാർത്ഥികൾ ഉണ്ടാകും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തിരക്കുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ? ഇവിടെ ഉണ്ടോന്നറിയില്ല. പണ്ടങ്ങനെ ഈ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവസാനം ഓരോ നേരം ഓരോ സ്ഥലം വീട്ടിലാക്കും. പള്ളിയിലെ ഉസ്താദന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ തിരക്കായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം മുത്തഅല്ലിമ് പോയിട്ട് ഉസ്താദിന് പോലും കൊടുക്കാൻ ആർക്കും മനസ്സില്ല. അതാ ചിന്തിക്കേണ്ടത്. പണ്ടങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം കാലം മാറി. അൽഹംദുലില്ലാഹ്. ഇന്നൊരു സഹോദരൻ നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ വരുന്ന ഒരു അണ്ണന എന്ന് പറഞ്ഞു, ഉസ്താദെ, 2 മക്കളെ എനിക്ക് തരണേ, 2 മക്കളെ എനിക്ക് തരണം. ഒരു മനസ്സുണ്ടല്ലോ സഹോദര. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ഒരു മനസ്സ്, നല്ല ഒരു മനസ്സ്, അങ്ങനെ പറയാനൊരു മനസ്സ് തോന്നിയല്ലോ. കാരണം എന്തേ? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠി അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ഒരു സാധാരണ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ തന്നെ എന്ത് പ്രതിഫലവാ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് കൊടുത്താലോ, അൽഹംദുലില്ലാഹ്, അള്ളാഹു അർഹമായി പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കണം സഹോദര. അപ്പം ജനങ്ങളിൽ വെച്ച് 8ാമത്തെ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നവനാണെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 9 ആരാ? ഞാൻ നിർത്തുകയാ. 9ാമത്തെ മനുഷ്യനാരാ? ചെറിയൊരു ബുദ്ധിമുട്ട്, എന്താണെന്നറിയില്ല. ഈ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട്. ഇൻഷാ അല്ലാഹ് യാത്രയുടെ ക്ഷീണം. യാത്രയെന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയാണ്, അദാബെന്നാണ് പറഞ്ഞത്. യാത്രയെന്ന് പറയുന്ന അൽഹംദുലില്ലാഹ്, എന്തായാലും അൽഹംദുലില്ലാഹ്, മഹാന്മാരെയൊക്കെ പോയി കാണാൻ പറ്റിയില്ല. അത് തന്നെ വലിയ ഭാഗ്യം. ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെയൊക്കെ ക്ഷീണം മാറിയോ? അപ്പം ഭാഷകാരൊക്കെ ഇപ്പം എന്ത് ചെയ്യണപ്പോൾ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അജ്മീർ പോകണ്ടേ നമുക്ക്? ഇൻഷാ അല്ലാഹ്. അടുത്ത എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് പോയിട്ട് വരാം. വേറെ എങ്ങും പോവില്ല, നേരെ അജ്മീർ പോകും, സിയാറത്ത് ചെയ്യും, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. നല്ല മനസ്സുള്ളവരൊക്കെ തീരുമാനിച്ചു നമുക്ക് എല്ലാവരും കൂടെ പോയിട്ട് വരാം. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഏർവാടിയിൽ പോകണ്ടേ? ഏർവാടിയൊക്കെ ഒന്ന് പോകണം ഇൻഷാ അല്ലാഹ്. അജ്മീർ പോന്നോ ഏർവാടി പോന്നോ? ഏർവാടി പോന്നോ? 2 ദിവസം, കൂടുതലൊന്നുമില്ല. ഒരു വെള്ളിയാഴ്ച രാത്രി ഇതുപോലെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം, തിങ്കളാഴ്ച തിരിച്ചു വന്നേക്കാം ഇൻഷാ അല്ലാഹ്. ഏർവാടി മുത്തുപേട്ട നാഗൂരൊന്ന് കറങ്ങി ഇൻഷാ അല്ലാഹ് നമുക്ക് വരണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോണ്ടേ? ഇൻഷാ അല്ലാഹ്. ഇത്ര 6 മാസം ഇൻഷാ അല്ലാഹ് നല്ലപോലെ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. നമുക്കൊരു പോകണം. അൽഹംദുലില്ലാഹ്. ഒന്ന് പോണ്ടേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തീരുമാനിക്കുക എപ്പോഴാന്ന് വെച്ചാൽ. റബീഉൽ അവ്വൽ കഴിഞ്ഞ ഉടനെ പോയേക്കാം ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു ദിവസം അൽഹംദുലില്ലാഹ് കാസർഗോഡ് വരെ പോയില്ലേ?
ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി, നമ്മളിങ്ങനെ കാഞ്ഞിരമുറ്റം മുതൽ കാസർഗോഡ് വരെ പോയി. ഇനി ഇങ്ങോട്ടും കുറേ മക്ബറയുണ്ട്, ഭീമാപ്പള്ളി മുതൽ അങ്ങോട്ട് കുറേയുണ്ട്. ഇൻഷാ അല്ലാഹ് ഭീമാപ്പള്ളിയും തക്കലയും അറ്റാങ്കരയും ഏർവാടിയും മുത്തുപേട്ടയും നാഗൂരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കണ്ടിട്ട് നമുക്ക് ആ സിയാറത്ത് പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അജ്മീറിൽ പോകാൻ. അത് കഴിഞ്ഞിട്ട് വേണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉംറയ്ക്കും പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ അജ്മീറൊക്കെ പോകണം. അൽഹംദുലില്ലാഹ് ഒരുപാടല്ല, 2-3 ദിവസം നമ്മൾ മാറ്റി വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ പോകാം. ഇൻഷാ അല്ലാഹ് ജയ്പൂർ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇതൊന്ന് മാറിയാൽ ഇൻഷാ അല്ലാഹ് പോയിട്ട് വരാം. അൽഹംദുലില്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9ാമത്തെ വിഭാഗം, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ 9ാമത്തെ വിഭാഗം സലാം അടക്കുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഖിയാറുകും മൻ അത്അമ അത്'ആം വറദ്ദു സലാം. ആ മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഉത്തമൻ ആരെന്നറിയുമോ? ആഹാരം ഭക്ഷിപ്പിക്കുന്നവനാണ്, സലാം അടക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ മടക്കണമല്ലോ, മടി കാണിക്കരുത്. പറയുന്നവന്റെ നിറം നോക്കരുത്, പറയുന്നവനെ ശത്രുവാണോ എന്ന് നോക്കരുത്, നിനക്കിഷ്ടപ്പെടാത്തവനാണോ എന്ന് നോക്കരുത്. സലാം പറഞ്ഞാലും മടക്കണേ. അവന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നത് ഇസ്ലാമിലെ ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ യോഗ്യതയായിട്ട് അല്ലാഹു എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളാ, നിസാരമായി കാണരുത്. ഭക്ഷണം കൊടുക്കുന്നതും സലാം അടക്കുന്നതും സലാം പറയുന്നതിന്റെ പ്രതിഫലം പഠിച്ചിട്ടുണ്ട്. പക്ഷേ മടക്കുന്നതിന്റെ പ്രതിഫലം അറിയുമോ? സലാം മടക്കുന്നതിന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ യോഗ്യതയുണ്ടല്ലോ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആ സ്വർഗത്തിന്റെ അവകാശികളുടെ യോഗ്യതയായി അല്ലാഹു എടുത്തു പറഞ്ഞ കാര്യമാണ് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നതും സലാം പറഞ്ഞ മടക്കുന്നതും. ഇതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ويطعمون الطعام على حبه مسكينا ويتيما واسيرا. ആഹാരം പ്രിയമുള്ളതോടൊപ്പം തന്നെ അഗതിക്കും അനാഥർക്കും കൊടുക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിം സലാം പറഞ്ഞാൽ സലാം മടക്കൽ നിർബന്ധമാ. ഒരാൾ പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറഞ്ഞു കഴിഞ്ഞാൽ വഅലൈക്കുമുസ്സലാം അവിടെ നിന്ന് സലാം അടക്കൽ നിർബന്ധമാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു പറയുകയാണ് വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ ഇന്നല്ലാഹ കാന അലാ
കുല്ലി ഷൈഇൻ ഹസീബാ. നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായത് അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കണം. സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ മടക്കണം, അല്ലെങ്കിൽ അത് തന്നെ തിരിച്ചു നൽകുക. തീർച്ചയായും അല്ലാഹു ഏതൊരു കാര്യത്തിലും കണക്ക് നോക്കുന്നവനാ. സലാം പറഞ്ഞ സലാം അടക്ക്, അഭിവാദ്യം ചെയ്താൽ അതിന് മറുപടി പറയണം. അതുകൊണ്ട് സലാം അടക്കിക്കോ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതയിൽ പെട്ടതാണ് സലാം പറഞ്ഞാൽ മടക്കുക എന്നത്. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞാൽ മടക്കൽ നിങ്ങളുടെ ബാധ്യതയാ, മടക്കൽ നിന്റെ ബാധ്യതയാ. അത് മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ഒരു ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെന്ന് പറയുന്നു, സലാം അടക്കാതിരുന്നാൽ അതിലൂടെ പടച്ച റബ്ബിന്റെ കോപം നിനക്ക് ലഭിക്കുകയാ. സലാം അടക്കാതിരുന്നാൽ അതിലൂടെ നഷ്ടം നിനക്കാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കോപം നിനക്കുണ്ടാകാൻ അതൊരു കാരണമാകുമെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ 9ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? ജനങ്ങളിൽ വെച്ച് ഉത്തമനായ 9ാമത്തെ മനുഷ്യനാരാ? സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യന് സലാം അടക്കുന്നുണ്ടോ അവന് ജനങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 10ാമത്തെ വിഭാഗമാരാ? തന്റെ സഹോദരനോട് പിണങ്ങിയാൽ 10ാമത്തെ കാര്യം റസൂലുള്ളാഹി പറയുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യഹില്ലു റജുലൻ അൻ യഖ്റുജ അഖാഹു ഫൗക സലാസി ലയാൽ യൽതഖിയാനി ഫയുഅരിദു ഹാദാ വയുഅരിദു ഹാദാ വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ തന്റെ സഹോദരനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. എത്ര വലിയ പിണക്കമാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ വിഷയമാണെങ്കിലും, എടോ മനുഷ്യ, 3 ദിവസത്തിൽ കൂടുതൽ മറ്റൊരാളോട് പിണങ്ങല്ലേ, പിണങ്ങി നടക്കല്ലേ. അങ്ങനെ പിണങ്ങി നടക്കുന്നവരുണ്ട്. 3 ദിവസമല്ല, 30 ദിവസമല്ല, 3 കൊല്ലമല്ല, വർഷങ്ങളായിട്ട് പരസ്പരം പിണങ്ങി നടക്കുന്നവരുണ്ട്. നിസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, സദഖ കൊടുക്കുന്നവരുണ്ട്, ദിക്ർ പറയുന്നവരുണ്ട്. പക്ഷേ കൂടപ്പറപ്പിനോട് മിണ്ടുകയില്ല, അയൽവാസിയോട് മിണ്ടുകയില്ല. നിന്റെ നന്മ അല്ലാഹുവിന് വേണ്ട, നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. ആകാശത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാ. ഹജ്ജിന് ഉംറയ്ക്ക് വരെ പോകുന്നുണ്ട്, പിണങ്ങി വെച്ചിട്ട്. ഹജ്ജിനും ഉംറയ്ക്ക് പോകുമ്പോൾ പോലും അവനോട് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ട, വാശി കാണിക്കുക. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉണ്ടെങ്കിലും എത്ര കാലാവധി, അത് ഭാര്യയോട് പിണങ്ങിയാലും മക്കളോട് പിണങ്ങിയാലും എത്ര ദിവസം? 3 ദിവസം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ, പിന്നെ ഒരു വിഷയമില്ല, മുഖം തിരിച്ച് നടക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണോ പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും, പിണങ്ങിയിരിക്കുന്ന കൂടപ്പിറപ്പ്, പിണങ്ങിയിരിക്കുന്ന കൂട്ടുകാർ, ആരാണോ ആദ്യം പോയി സലാം പറയുന്നവൻ, അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ടുപേര് പിണങ്ങിയിരുന്നു. ആ പിണങ്ങിയിരിക്കുന്നവരിൽ ആദ്യം അവൻ എന്നോട് പറയട്ടെ, അവൻ വന്ന് താഴട്ടെ, അവൻ വന്ന് മാപ്പ് പറയട്ടെ, അവന്റെ കയ്യിൽ ആ തെറ്റ് കുറ്റം ഇതൊന്നുമല്ല. രണ്ടുപേര് പിണങ്ങിയിരിക്കുമ്പോൾ അൽഹംദുലില്ലാ ആദ്യം ആരങ്ങോട്ട് പോയി സലാം പറയുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനാണ് അൽഹംദുലില്ലാ ഉത്തമനായ മനുഷ്യൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരണം. നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. വാശിയും വൈരാഗ്യമൊക്കെ കളയണം. അൽഹംദുലില്ലാ. എന്നിട്ട് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പേരെ കൂടെ അവിടെ നിന്ന് എണ്ണി പറഞ്ഞു. പ്രവാചകൻ അവിടെ നിന്ന് 3 വിഭാഗത്തെ കൂടെ പറഞ്ഞു തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ? 11ാമത്തെ മനുഷ്യനാരാ? 11ാമത്തെ മനുഷ്യനാരാ? അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹു അന്നഹാ സമിഅത് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അന ഉനബ്ബിഉകും ബിഖിയാരികും ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഖാല ഖിയാറുകും അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, നിങ്ങളിൽ ഉത്തമനാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആരാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഫലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ നബിയെ പറഞ്ഞു തരുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ ഉത്തമനാരെന്നറിയുമോ? ഒരു വിഭാഗമാണ്, അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരികയാ. ആരെ കണ്ടാലാണോ അല്ലാഹുവിനെ ഓർമ്മ വരുന്നത്, അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ ചിലരുണ്ട് പടച്ചവനെ താടിയൊക്കെ നീട്ടി വളർത്തി, താടിയൊക്കെ വല്ലാതെ നീട്ടി വളർത്തി, പടച്ചവനെ കൂനു പിടിച്ച് കമ്പും കുത്തിയിട്ട് നടന്നു വരുന്ന ചില ആൾക്കാരെ കണ്ടാ റബ്ബേ അല്ലാഹുവിനെ ഓർമ്മ വരുമല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുമല്ലോ. അവരാണ് ഉത്തമരെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാരെ കണ്ട അങ്ങനെ തോന്നാറില്ലേ? അൽഹംദുലില്ലാ, എല്ലാരെ കണ്ടാ തോന്നാറില്ല. ചിലരൊക്കെ ജുബ്ബയും തൊപ്പിയും ധരിച്ച് താടിയൊക്കെ വളർത്തി പ്രായമുള്ള ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്ന ചിലരുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ തന്നെ പടച്ചറബിന് നമുക്ക് ഓർമ്മ വരും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആരെ നോക്കുമ്പോഴാണോ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നത്, അവരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് കമ്പ് കുത്തി നടക്കുന്ന ഒരു മനുഷ്യന് കമ്പ് കൊണ്ടുള്ള പ്രയോജനം ഞാൻ ഇന്ന് ജുമായക്ക് പഠിപ്പിച്ചു തന്നത്. പ്രായമുള്ളവർ കമ്പ് കുത്തി നടക്കുമ്പോൾ ആ കമ്പ് കുത്തി നടക്കുന്നവരെ കളിയാക്കലും പരിഹസിക്കലും ഒന്നുമല്ല. ആ കമ്പ് കുത്തി നടക്കുന്നതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന 5 ഭാഗ്യം, 5 നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 11 മണിയായി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്
اللهم أنزله المقعد المقرب عندك يوم القيامة اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة അർഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതും ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റബ്ബേ, ഈ നീട്ടുന്ന കയ്യെ തട്ടിക്കളയല്ല റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി തമ്പുരാനെ, ഒരുപാട് നന്ദികേടുകൾ കാണിച്ചു പോയി റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത ഖേദമുണ്ട് റബ്ബേ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ. ഞങ്ങൾ പലപ്പോഴും പെട്ടുപോയതാണ് തമ്പുരാനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ കാരുണ്യവാനാണല്ലോ അല്ലാ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് സഹിക്കൂലല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ, ഞങ്ങളെ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിലും പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. വേദന സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. മരുന്നില്ലാത്ത രോഗവും ചുമന്ന് നടക്കുന്നവരുണ്ട് റബ്ബേ. നീ ഷാഫിയല്ലേ അല്ലാ, നിന്റെ കയ്യിൽ എല്ലാത്തിനും മരുന്നുണ്ടല്ലോ അല്ലാ. ശിഫ നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം തകർക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ. ഇബാദത്തിന് തടസ്സം വരുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു ഗതി വരുത്തല്ലേ അല്ലാ. എല്ലാവരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഞങ്ങളെ നീ ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ. കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഒരു നന്മയും ചെയ്തു വെച്ചിട്ടില്ല റബ്ബേ. അല്ലാ, ഒരു നല്ല മരണം കിട്ടാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ അവസാനം നീ മോശമാക്കല്ലേ അല്ലാ. ഈമാനില്ലാത്ത ഒരു മരണം തരല്ലേ അല്ലാ. ഈമാനില്ലാത്ത ഒരു മരണം തരല്ലേ അല്ലാ. ഇത്രയും കാലം നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ട് അവസാനം കാഫിറിനെ പോലെ ചത്തുപോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല ഒരു മരണം തരണേ റബ്ബേ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. മയ്യത്ത് കാണുന്ന ഓരോ മനുഷ്യരും ഞങ്ങളും മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഒരാൾക്ക് പോലും 1 രൂപ കൊടുക്കേണ്ട അവസ്ഥയിൽ മരിപ്പിക്കല്ല റഹ്മാനെ. ഹക്കടപാടുകൾ തീർത്ത്
നന്മ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ജമാഅത്തിൻ്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. രോഗമുള്ളവരാ നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവർക്കൊക്കെ നല്ല ജീവിതം നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഇരിക്കുന്ന ഓരോ മനുഷ്യനെയും മനസ്സിലെ ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ലോ റബ്ബേ. കൈവിടല്ലേ പടച്ചവനെ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ ആയിരക്കണക്കിന് പേര് മൊബൈലും കയ്യിൽ പിടിച്ചിട്ട് ആമീൻ പറയാൻ കാത്തിരിക്കുന്നവരുണ്ട് റഹ്മാനെ. ആ പാപങ്ങൾ ഈ മജ്‌ലിസിനെ ഇഷ്ടപ്പെടുന്നവരാ അല്ലാ. വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നവരാ അല്ലാ. കയ്യോടെ മടക്കല്ലേ പടച്ചവനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ. അവരെ നീ പടച്ചവനെ കൈവിടല്ലേ അല്ലാ. അവരുടെ പ്രതീക്ഷ അറ്റുപോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. വീട് നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. കടം വീട്ടണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ടു വളർത്തിയിട്ട് ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി സഹായിച്ച ഒരാളെയും ഞങ്ങളും മറന്നാലും നീ മറക്കല്ലേ പടച്ചവനെ. ആ പാപങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവരുടെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിന്നിൽ പ്രതീക്ഷ വെച്ച് വന്നവരെ നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ ഇതിൻ്റെ പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റഹ്മാനെ. എല്ലാം നിൻ്റെ കയ്യിലാണല്ലോ റബ്ബേ. ഒരു വഴി നീ തുറക്കണേ അല്ലാ. ഒരു വഴി നീ തുറക്കണേ അല്ലാ. അത് നീ ഖൈറിലാക്കണേ അല്ലാ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ആയുസ് നീ വെട്ടിച്ചുരുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ് നീ വെട്ടിച്ചുരുക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ച മക്കളുടെ നെഞ്ചിൻ്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഭക്ഷണം കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവർ എല്ലാവർക്കും സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഈ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരുന്ന കാലത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ദുആയെങ്കിലും ആ ഖബറിൽ നീ എത്തിക്കണേ റഹ്മാനെ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ പിതാവിൻ്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കണ്ണിന് കുളിർമയുള്ള മക്കളെ നൽകണേ പടച്ചവനെ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ എൻ്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. കൈവിട്ട് കളയല്ലേ അല്ലാ. അല്ലാഹുവേ ഈ ദുആയ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരുടെ മഖാമുകൾ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ.
അല്ലാഹുവേ മഴ പെയ്യുന്ന സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ, ഈ ശഫാഅത്തിനെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പള്ളിയുമായിട്ട് അടുപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഇത് അവസാന ദുആക്കല്ലേ അല്ലാ, ഇത് അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ, ഇത് അവസാന ദിവസമാക്കല്ലേ അല്ലാ. പടച്ചവനെ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ തമ്പുരാനെ, തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സഹോദരി പടച്ചവനെ കുടുംബത്തിൽ വലിയ പ്രയാസമാണ്, രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه